സന്ദേഹങ്ങളെയും സങ്കടങ്ങളെയും അകറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ സകല പാപങ്ങളും ഈ പാപനാശിനിയെങ്കിൽ നിങ്ങൾ സമർപ്പിച്ചോ. എന്തിനു വേണ്ടി വിളിച്ചു? നിങ്ങള് സങ്കടം വന്നു പോരുന്ന കാലനേരത്ത് വിളിച്ചുവോ? അതല്ല, സന്തോഷത്തിങ്കില് വിളിച്ചുവോ പൈതങ്ങളെ? ഇപ്പോഴത്തെങ്കിലോ സങ്കടമാകുന്ന ആ ഭാണ്ഡക്കെട്ടുകളൊക്കെ ഇതിനാലും അമ്മ ഒഴിച്ചു തന്നിനോ? വലുതായിരിക്കുന്ന മഹാഭാഗ്യമാണ് അല്ലെ. ഭയങ്കര പൂമാല എന്നതായിരിക്കുന്ന അമ്മ ഭേദാഭേദമില്ല. നിങ്ങൾക്ക് തട്ട് രണ്ടെന്ന് വരികിലും തൂക്കം ഒന്ന് തന്നെയാണ് അല്ലേ പൈതങ്ങളെ? അങ്ങനെ നിങ്ങൾക്ക് വന്നു ചേർന്നതായിരിക്കുന്ന ദുരിതങ്ങളും വിനകളും ഒക്കെ ഇതിനാലും ഇടത്തായാലും വലത്തായാലും സഖിയില്ല, സഹായങ്ങളില്ല. ഞങ്ങൾക്ക് സഖിയായിട്ടും സഹായമായിട്ടും ആയസ്സായിട്ടും അഴകായിട്ടും അന്നുണ്ണി ഫലമായിട്ടും കരയറവാതിലാധാരമായിട്ട് ഇങ്ങനെ ഒരു പരാശക്തി ഉണ്ടെങ്കിൽ കണ്ടുപോരണം, തീർത്തു പോരണം ഞങ്ങളെന്നതായിരിക്കുന്ന സങ്കടങ്ങളും വ്യഥകളും എന്ന് കരുതി ആത്മമുന്നേതുമായിട്ട് നിങ്ങൾ അതിന് നന്മയുള്ള മനസ്സുകൊണ്ട് ആരാധിച്ചാൽ ഉത്കൃഷ്ടമായിരിക്കുന്ന കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എവിടെ നിന്ന് വിളിച്ചാലും പാറിപ്പറന്ന് കൈയെടുക്കും എന്നിരിക്കുന്ന ഉത്തമ ബോധ്യം ഉണ്ടല്ലോ അല്ലേ പൈതങ്ങളെ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നതായിരിക്കുന്ന കന്മഷങ്ങളെ തീർത്തിട്ട് അമ്മ ഇങ്ങനെ കാണാൻ ഇടയുണ്ടാക്കി തന്നത്. എങ്കിലും അനേകം കാലങ്ങളായി നിങ്ങൾ എന്നതായിരിക്കുന്ന നാവ് കൊണ്ട് ഈ അമ്മയെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുവാൻ ആഗ്രഹിച്ചിട്ട് അല്ലെ? ഇപ്പോഴത്തെങ്കിലോ സാധൂകരിച്ചോ? നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കാണാൻ സാധിച്ചനോ? ഇനിയോ വേറിട്ടൊരു കാര്യാദികളുണ്ടോ വിശേഷിച്ചു പോരുവാൻ അമ്മയുടെ കർണത്തിങ്കൽ? എന്റേതായിരിക്കുന്ന കുഞ്ഞുമക്കൾ തന്നെയാണ് അല്ലെ. ഏത് അറ്റകുറ്റ പിഴകളൊക്കെ ഇതിനാലും ഉണ്ടത്രയെന്ന് വരികിലും തന്നെ എല്ലാം മാതാവെന്നതായിരിക്കുന്ന ആ അമ്മയുടെ പാദത്തിങ്കൽ നിങ്ങൾ സമർപ്പിച്ചോ? ഇനിയോ വരുന്നതായിരിക്കുന്ന കാലനേരത്തിങ്കില് ജീവിതമാകുന്ന നൗക ഒരു കരയിങ്കൽ അണയാൻ തക്കവണ്ണം കലികാലമെന്നതായിരിക്കുന്ന തീജ്വാലകള് അല്ലെ ഇതിനകത്ത് ഈ കലിയുഗത്തിനകത്ത് ഉണ്ട്. അതൊക്കെ ഇതിനാലും തന്നെ അമ്മ തുറച്ചു തന്നിട്ട് ക്ഷമമായിരിക്കുന്ന ആ ഒരു ജീവിത ഭാഗ്യം ഉണ്ടാക്കി തരണം എന്നിരിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസവും തന്നെയാണല്ലോ. ഇനിയോ വേറിട്ടൊരു കാര്യാദികളുണ്ടോ ഈ അമ്മയുടെ തിരുമുമ്പിൽ നിങ്ങൾക്ക് ചൊല്ലിക്കഴിക്കുവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പൈതങ്ങളെ? ഇനിയോ ഏതൊരു ഭാഗ്യത്തെ എടുത്തു തരണം? ആരാധിച്ചു നിങ്ങൾ അല്ലെ? ഈ ഐങ്കാര സ്വരൂപിണിയെ ആരാധിച്ചു. കണ്ണിലെ കണ്ണു നിറയുന്ന കാലനേരത്ത് അമ്മയുടേതായിരിക്കുന്ന പാദത്തിങ്കൽ തന്നെയാണ് നിങ്ങളെന്നതായിരിക്കുന്ന ചുടുകണ്ണീര് ഇറ്റ് വീണത്. ആരുമില്ല എന്ന് തോന്നണ്ട. നിങ്ങൾക്ക് ശക്തിയായിട്ടും ചൈതന്യമായിട്ടും അമ്മ കൂടെ ഉണ്ടാവും. കൈയൊഴിച്ച് കളയാതെ, അന്യന്റെ കോന്തല പിടിക്കാതെ, ഇടവരുത്താതെ നിങ്ങൾക്കെന്നും തുണയായിട്ടും തണലായിട്ടും അമ്മ കൂടെ ഉണ്ടാവും കേട്ടോ. ഇനിയോ വേറിട്ട കാര്യാദികൾ തിരിച്ചു പോരുവാൻ തക്കവണ്ണം എന്റെ ആഭരണത്തിന് തികഞ്ഞ ശേഷം ആവട്ടെ കേട്ടോ. ഏവർക്കും മംഗളം വരുത്തി തരാം മാതാവ്.